സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്ന കീറ്റുമാങ്ങ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്കിതെങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്നും പറയാം. അതിനായിട്ട് ആദ്യം ഒരു 1/4 കപ്പ് നല്ലെണ്ണയിൽ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണയുടെ ചൂട് ഒന്ന് കുറഞ്ഞു വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടിയും ചേർത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലോണം തണുത്തിട്ട് വേണം പിന്നെ ചേർക്കാനായിട്ട്. മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഊർന്ന് വരുന്നത് വരെ മാറ്റി വയ്ക്കുക. ഇതിപ്പം 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെള്ളം നന്നായിട്ട് ഊർന്ന് വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി ചേർക്കാം. എരിവിനാവശ്യം, പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അവരവർക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. നന്നായിട്ട് മുളക് പൊടി ചേർത്തതിന് ശേഷം തണുത്ത് താളിച്ച് വെച്ചിരുന്ന എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ നന്നായിട്ട് അമർത്തി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണെങ്കിൽ 1-2 മാസം വരെ നിൽക്കും. കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കുപ്പികളിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. ആവശ്യാനുസരണം കുപ്പി താഴോട്ട് മാറ്റി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷം വരെ നമുക്ക് ഈ മാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും.